ഈ അമ്മാവച്ചയാണോ ഇവനോടുള്ള ഇഷ്ടം പറഞ്ഞ സമ്മതിക്കുകയല്ല വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞത്? വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിര് നിൽക്കില്ല ചോ. അല്ലടാ ജോഷേ? കെട്ട് ഇവിടെ തന്നെ വേണമെന്ന് അച്ഛന് നിർബന്ധമുള്ള സ്ഥിതിക്ക് ഏറ്റവും അടുത്തൊരു തീയതി അച്ഛൻ തന്നെ പറഞ്ഞു. 11-നല്ലേ ജോഷയ്ക്ക് തിരിച്ചു പോണെന്ന് പറഞ്ഞത്? അതെ. അപ്പൊ അതിന് മുമ്പിലത്തെ ഞായറാഴ്ച ആവാൻ കെട്ട്. എന്താ എന്നായാലും ഞങ്ങൾക്ക് വിരോധമില്ല. പെന്നി എന്താ ഒന്നും മിണ്ടാതെ? വല്ലതും പറയാനുണ്ടോ? ഇപ്പൊ പറഞ്ഞോളാം. ഞാൻ എല്ലാ അച്ഛന്റെ ഇഷ്ടം. ഞായർ കഴിഞ്ഞ് 1, 2, 3 അപ്പൊ 5-ാം പക്കം നിങ്ങൾ പോവും അല്ലേടാ ജോഷേ? കേട്ടോ വെച്ചോ, കല്യാണം കഴിഞ്ഞ് ഇവരൊക്കെ അടുത്ത വരവിന് കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞിട്ടേ ഇവൻ കേൾക്കുന്നില്ല. അതൊക്കെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാച്ചോ. അപ്പൊ കോളടിച്ചല്ലോടാ. ഇനി സിംഗപ്പൂരിലൊക്കെ ഒന്ന് വിലസാവല്ലോ. ഇവിടെ കാണിക്കുന്ന വേലത്തരങ്ങളൊക്കെ അവിടെ ചെന്ന് കാണിച്ചുണ്ടല്ലോ. ചൂറിലുമായിട്ട് ഞാനങ്ങ് സിംഗപ്പൂര് വരും പറഞ്ഞേക്കാം. അല്ലച്ചോ, അച്ഛനെന്തായി പറയുന്നത്? ഞാൻ ഇവരെ രണ്ടുപേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പൊ കുട്ടികള് അവരിവിടെ നാട്ടിൽ തന്നെ നിൽക്കട്ടെ. അത് ഇവരെ തനിച്ചാക്കിയിട്ട് എനിക്ക് അതിനെന്താ, നമുക്കൊരു ബോർഡിങ്ങിലാക്കാം. ദേ ആർ നോട്ട് ബേബീസ്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ അച്ഛനും ഇവരൊക്കെ ഉണ്ടല്ലോ. അത് ശരിയാവില്ല. പപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ ബെന്നിക്ക് ഇവരെ പിരിയാൻ കഴിയില്ല പപ്പ. എനിക്ക് അതൊക്കെ നിന്റെ ഇപ്പോഴത്തെ തോന്നല. ഞങ്ങളോടൊപ്പം ഇവരും ഉണ്ടായില്ലെന്താ? അതൊന്നും പറഞ്ഞ ഇപ്പൊ നിന്റെ തലേ കയറത്തില്ല. നാളെ നീ ഒരു അമ്മയാവുമ്പോഴേ ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവത്തുള്ളൂ. പപ്പ അത് ഞാൻ വേണ്ട, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇനി എന്താ വേണ്ടെന്ന് ബെന്നി തീരുമാനിക്കട്ടെ. ആനി എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവരെ അനാഥരാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടും വരില്ല. ബെന്നി, എന്റെ മോൾ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാനും പോകുന്നില്ല. വാടിവിടെ. ധൃതി പിടിച്ചൊരു തീരുമാനം വേണോ? ധൃതി പിടിച്ചിട്ടല്ലോ ചോ, നന്നായി ആലോചിച്ച് തന്നെ എല്ലാം തീരുമാനിച്ചു. വാടി. നീ വരും. നാളത്തെ ഫ്ലൈറ്റില് നമ്മൾ സിംഗപ്പൂർ പോകുന്നു. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് എവരിതിങ്. വാടി. അവളെ പിടിക്ക്. ഹലോ ബെന്നി, നാളെ പപ്പ എന്നെ കൊണ്ടുപോകും. 9:30 ഫ്ലൈറ്റ്. എനിക്ക് ബെന്നിയെ കാണണം. വേണ്ട ആനി, എല്ലാം നല്ലതിനാണെന്ന് കരുതുക. നമ്മളിനി കാണാതിരിക്കുന്നതാ നല്ലത്. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ഫാദറിന്റെ ഓർഫനേജിൽ നിന്നോളം ചോദിച്ചോ. ചേച്ചിയുടെ കൂടെ പോകണം. അനു, ടിനു, എണീക്ക്. ടിനു, ടിനു.
എവിടെ പോണോ? ഞങ്ങൾക്ക് അകത്തേക്ക് പോണം. പാസ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ ആരുടെ കൂടെ വന്നേ? അത് ഞങ്ങളെ ചേച്ചിയെ കാണാൻ വന്നതാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പോ പോ പോ. അമ്മച്ചൊക്കെ പോയിക്കോളൂ. വേണ്ട മോനെ, നിന്റെ ഫ്ലൈറ്റ് പോയതിന് ശേഷമേ അമ്മച്ചി പോകുന്നുള്ളൂ. മോളെ, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. അമ്മച്ചി നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. എന്റെ മോക്ക് എന്നും നല്ലതേ വരും. വാ അമ്മച്ചി, ഞങ്ങൾ പോട്ടെ. പോട്ടെ മോളെ. ശരി പോട്ടെടാ. പോട്ടെ. വേഗം നടക്ക്, സമയമായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചിയെ കണ്ടില്ലല്ലോ. നല്ല തണുപ്പ്. ഞാൻ പറഞ്ഞില്ലേ തണുപ്പായി നല്ലതാ അമ്മച്ചി. കുടിക്കാൻ പറ്റി. വേണ്ടെന്ന് ചൂട് ചായ ആണെങ്കിൽ കുടിക്കാം. ചേച്ചി എങ്ങനെ അകത്ത് കയറാ? ഇവിടെ ഇരിക്കാം. Could you help me, please? What? Give this flower to that lady, please. Of course. Okay. Okay. Gift to you. Look. ചാച്ചൻ വീട്ടില. ആനിയോട് അമ്മച്ചി ഇങ്ങോട്ട് വന്നോ? ഇല്ല. എന്തുവാടാ? അവൾ എങ്ങോട്ട് പോയി? ജോസട്ടി, നിങ്ങൾ എവിടെ ഒക്കെ നോക്ക്. പുറത്തു പോകാൻ സമയമായിട്ടില്ല. എന്റെ യേശുവേ. അനി, ചേച്ചി വാ. നിക്കവിടെ. അനി, വഴി ഇന്നോട് പോരാനല്ല. പപ്പ പ്ലീസ്, ഞാൻ വരുന്നില്ല പപ്പ. ചേച്ചി ഇങ്ങോട്ട് വരാൻ. വഴി. ഞാൻ വരില്ല. ഞാൻ വരുന്നില്ല പോല. എന്താ ഏതാ കുട്ടികളെ? സാർ അറിഞ്ഞൂടാ, ഒന്ന് പിടിച്ചു മാറ്റി തരണം. അവര്
അവരിവിടെ വന്നിട്ടുണ്ടെന്ന് നിനക്ക് ഉറപ്പാണോ? ആ ബെന്നി, ബെന്നി, വേണ്ട, നീ പോയി കുട്ടികളെ വിളിക്കുക. പാടാ, നീ അവിടെ മാറി നിൽക്കായിരുന്നു അല്ലേ? ഈ 3 കുട്ടികളെ കൊണ്ട് കരയിപ്പിച്ച ഞാൻ ഇവിടെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നു കരുതിയോ? അങ്ങനെ കരുതാനും മാത്രം വിഡ്ഢിയല്ല ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് എന്റെ കുട്ടികൾ. ജോഷ, ഇവരെ ബെന്നി പറഞ്ഞു വിട്ടതല്ല. 3 പേരും കൂടെ ബെന്നി അറിയാതെ വീട്ടിൽ നിന്ന് പോകുന്നത്. ആനിയെ പിരിയുന്നവർക്ക് വിഷമം കാണും. വെറും ഒരു ചേച്ചിയുടെ സ്ഥാനത്തല്ല ആനിയെ ഇവര് കാണുന്നത്, ഒരമ്മയുടെ സ്ഥാനത്താണ്. വേണ്ടച്ചോ, ഇനി എന്തിനാ വെറുതെ ഓരോന്നും പറഞ്ഞു? വാ നമുക്ക് പോവാം. വാടാ. ജോഷ, ഒന്നുകൂടെ ആലോചിച്ചൂടെ? നോ, എന്റെ മകൾക്ക് ഒരു ഭർത്താവ് മാത്രം മതി, അല്ലാതെ ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ഒരു പാക്കേജ് വേണ്ട. ജോഷ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അങ്കിൾ, ചേച്ചിയെ കൊണ്ടുപോകരുതെന്ന് പറയാനല്ല ഞങ്ങൾ വന്നത്. ചേച്ചി അങ്കിള് കൊണ്ടുപോയിക്കോ, പക്ഷെ കൂടെ ഞങ്ങളെ ചാച്ചനെ കൂടെ കൊണ്ടുപോകണം. അങ്കിള് കാരണം ചാച്ചനും ചേച്ചിയും പിരിയാൻ പാടില്ല. അങ്കിള് പറഞ്ഞ പോലെ ഓഫനേജിലോ ബോർഡിങ്ങിലോ ഞങ്ങൾ നിന്നോളാം. പ്ലീസ് അങ്കിൾ, പ്ലീസ് പ്ലീസ്. ചാച്ചന്റെ കൂടെ കൊണ്ടുപോവാ അങ്കിൾ, പ്ലീസ്. ചാച്ച ചേച്ചിയുടെ പൊക്കോ. ചാച്ച പോയാലും ഞങ്ങള് തളിച്ചാവില്ല. ഞങ്ങളുടെ ദൈവമുണ്ട്. ചാച്ച പൊക്കോ. നമ്മൾ എന്തായി പറയുന്നത്? ചാച്ചൻ നിങ്ങളെ വിട്ട് എങ്ങും പോടില്ല. വാ, വരാനല്ലേ പറഞ്ഞ്. നിക്കടാ മക്കളെ. ജോഷുവ, ഈ കുഞ്ഞുങ്ങളിങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? തന്റെ മകള് ഇവർ കൊടുത്ത സ്നേഹം അത് നേരി കണ്ടിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ താൻ തന്നെ മകളെ കൊണ്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കണ്ണുനീരിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. വാ മക്കളെ, വാടാ. Papa, please, Papa. Papa, please, Papa. Papa.